തങ്ങളുടെ ജീവിതത്തിലേക്ക് മഹദി കയറുമ്പോ അതിനു മുമ്പേ കഥ വലിയ അത്ഭുതമാണ്. ഞങ്ങളിങ്ങനെ പോകുമ്പോ അൽ അമീൻ മാത്രം വെയിൽ കൊള്ളുന്നില്ല. അൽ അമീന്റെ മേലെ മേഘം തണലിടുകയാണ്. ഒരു ജൂത പുരോഹിതൻ മതപുരോഹിതൻ കണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കാണ്, ഇദ്ദേഹം ഏത് നാട്ടുകാരനാണ്? മക്കാരനാണ്? ഉമ്മയുണ്ടോ? ഇല്ല, മരണപ്പെട്ടു പോയി. ബാപ്പുണ്ടോ? മരിച്ചുപോയി. ഇതൊക്കെ പറഞ്ഞു അദ്ദേഹം ഇവിടെ ബാക്കിലെ ഭാഗത്ത് റസൂലുള്ളാഹിന്റെ മുതുകിന്റെ ഭാഗത്തൊന്ന് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, തിഹാമയിൽ ഒരു നബി വരാനുണ്ട്. തിഹാമ എന്ന മക്കയാണ്. ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. അൽ അമീൻ എന്നാ വിളിക്കുക. ഉമ്മ ആമിനയാണ്, ഉപ്പ അബ്ദുള്ളയാണ്. നിങ്ങൾ ഈ മഹാനെ ഒന്ന് സൂക്ഷിക്കണേ. ആഖിറുൻ നബിയായി വരാനുള്ള ആളാണ്. ഇത് മൈസറത്ത് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖൽബിൽ ഒരു തോന്നൽ, അൽ അമീന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ നബിയായിട്ട് വരാൻ യോഗ്യതയുള്ള മറ്റൊരാളില്ല. അങ്ങനെ നബിയായിട്ട് വരികയാണെങ്കിൽ എന്റെ ശിഷ്ടകാല ജീവിതം അൽ അമീന്റെ ഖിദ്മത്തിലാക്കിയാൽ ഒരു നബിക്ക് ഖിദ്മത്ത് ചെയ്ത കൂലിട്ടുമല്ലോ അല്ലാഹ്. മാത്രമല്ല അൽ അമീന്റെ ഭാര്യയാകാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരു നബിയുടെ മക്കളെ പ്രസവിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്തിന്റെ ഉമ്മയാകാമല്ലോ അല്ലാഹ്. സഹോദരങ്ങളെ, ആ ചിന്തയുടെ ബാക്കിയാണ് അഭിവന്യരായ തങ്ങളും അവിടുത്തെ ബാപ്പ മഹാനായ അറ്റക്കോയ തങ്ങളും അവിടുത്തെ ഉപ്പാപ്പമാരടക്കം എല്ലാ മഹാന്മാരായ സദാതീങ്ങളും ആ മഹദിയായ ഖദീജ ബീവിയുടെ ചിന്തയുടെ ബാക്കിയാണ്. നിങ്ങൾ നോക്കൂ, ഈ തങ്ങളോട് നമുക്ക് എന്തൊരു മഹബത്താണ്. അവിടുത്തെ ബാപ്പ വളരെ സൗമ്യനായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയ മഹാനായ തങ്ങളെ നമുക്ക് എന്തൊരു ബഹുമാനമാണ്. അതിനേക്കാളും വലിയ തങ്ങളെ കാണും നമുക്ക് എന്തൊരു ബഹുമാനമാണ്. അങ്ങനെ പോയാൽ മഹാനായ സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരോട് നമ്മളെ ഖൽബ് പേര് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്നില്ലേ സ്നേഹം കൊണ്ട്? എന്തേ? അത് റസൂലുള്ളാഹിന്റെ മക്കളല്ലേ. ആ മക്കളെ പെറ്റുപോറ്റിയ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവിയെ ഗർവം ചുമന്നൊരു വയറുണ്ട്. ആ ഫാത്തിമ ബീവിക്ക് സന്തോഷം നൽകിയ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഇന്നും ജന്നത്തുൽ മുഅല്ലയിൽ പോകാൻ അല്ലാഹ് ഭാഗ്യം തരട്ടെ. മക്കത്തുൽ മുക്കറമയിൽ കൂടെയുള്ള ആൾ ചോദിക്കും, എവിടെ ഖദീജ ഉമ്മാന്റെ ഖബറ്? ആ പാർലമെന്റിൽ സ്പീക്കർ ഇരിക്കുന്നത് പോലെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ് മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സഹോദരങ്ങളെ, ബറക്കത്തിന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനം പറഞ്ഞില്ല റസൂലുള്ളാഹിന്റെ മദ്ഹ്. അത് പറയാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുക. എപ്പോ? 15 കൊല്ലം മുമ്പ്. റസൂലുള്ളാഹിക്ക് നബുവത്ത് തന്നതിന് 15 വർഷം മുമ്പ് ഒരു കല്യാണം നടക്കുന്ന. ആരാണ് പുതിയാപ്പള? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണ് മണവാട്ടി? ഖദീജ ബീവിയാണ്. ഖദീജ ബീവിക്ക് 40 വയസ്സ്, തങ്ങൾക്ക് 25 വയസ്സ് പ്രായമാണ്. കല്യാണത്തിന് നല്ല മക്കയിലെ ആളുകൾക്കൊക്കെ നല്ല ക്ഷണമുണ്ട്, നന്നായിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഖദീജ ബീവിന്റെ മാളികയിലാണ്, കൊട്ടാരത്തിലാണ് നല്ല കല്യാണത്തിന്റെ പന്തലൊരുങ്ങിയത്. സഹോദരങ്ങളെ, നന്നായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട്. VIP ഉണ്ട്, VVIP ഉണ്ട്, സാധാരണക്കാരൻ, അവരിലും സാധാരണക്കാരുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ ഖാനത്തൊക്കെ കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങളതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പൂമുഖത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന്റെ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂത്താപ്പ അബൂ ത്വാലിബുണ്ട്, അബൂ ലഹബുണ്ട്, ഹംസയുണ്ട്, അബ്ബാസ് ഉണ്ട് റളിയല്ലാഹു അൻഹുമാ. ആ മഹാന്മാരൊക്കെയുണ്ട്. നല്ല സന്തോഷം. ഖദീജ ബീവിയാണെങ്കിലോ വീട്ടിന്റെ ഉള്ളിൽ പുതുമണവാട്ടിയായി തന്റെ ഇഷ്ടപ്പെട്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് കൊണ്ട് അല്ലാഹു ആദരിക്കുമെന്ന് നേരത്തെ വിവരം കിട്ടിയ തങ്ങളെ ഭർത്താവായി കിട്ടിയ സന്തോഷത്തിൽ തോഴിമാർക്കിടയിൽ വീട്ടിന്റെ ഉള്ളിൽ സന്തോഷിക്കുന്നു. ഹബീബായ തങ്ങൾ ഈ കല്യാണ പന്തൽ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു കീറിപ്പാറിയ വസ്ത്രം ധരിച്ച് പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആ ഉമ്മാന്റെ കാല് വെച്ച സ്ഥലത്ത് മുഴുവനും രക്തത്തിന്റെ പാട് കാണുന്നു. ചെരുപ്പില്ലാതെയാണ് വരുന്ന, കാല് പൊട്ടിയിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോയി ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കയറിയിട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് നോക്കി, പെട്ടെന്ന് എവിടെയോ കണ്ടു മറന്ന പോലെ ഒന്നുകൂടി നോക്കി. സുബ്ഹാനല്ലാഹ്, പന്തലിലേക്ക് നേരെ ഇറങ്ങുന്നു, കവാടത്തിന്റെ അടുക്കലേക്ക് എത്തുന്നു, കൈ പിടിക്കുന്നു, നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് വിളിക്കുന്നു, ഉമ്മാ.
ഹബീബായ തങ്ങൾ പുതിയാപ്പിളല്ലേ ഉമ്മ എന്ന് വിളിച്ചപ്പോ ചുറ്റുഭാഗത്തുള്ളവരൊന്നും ശ്രദ്ധിച്ചു. ആരായിരിക്കും ഈ വന്ന പെണ്ണുങ്ങള്? ഈ അല്ലമീന്റെ ഉമ്മയാണെങ്കിൽ 19 കൊല്ലം മരിച്ചുപോയ ആമിനയാണ്, വഹബിന്റെ മകളാണ്. ഇവിടെ നിന്നാണ് ഒരു ഉമ്മ വന്നത്. ഒന്നും പറയാതെ ഈ പ്രായമുള്ള പെണ്ണുങ്ങളുടെ കയ്യും പിടിച്ച് അതാ പൂമുഖത്തേക്ക് വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഹബീബായ തങ്ങൾ വിളിക്കുന്നു ഖദീജ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആധികാരികമായ വിളിയാണ്, കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിളിയാണ്. ഓടി വന്നു ഖദീജ ബിബി ചോദിക്കുന്നു, മർഹബാ, ഞാൻ വന്നു, എന്തിനാണ് എന്നെ വിളിച്ചത്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നോക്കുന്ന ഹബീബായ തങ്ങളെ കയ്യിൽ പ്രായമുള്ളൊരു പെണ്ണുങ്ങള് കീറിപ്പാറൊരു നല്ലതല്ലാത്തൊരു വസ്ത്രമുണ്ട്, കാലിൽ ചെരുപ്പില്ല, ചോര വരുന്നുണ്ട്. ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന, ആരാണ് അൽ അമീൻ, ഈ പ്രായമുള്ള ഉമ്മ, പ്രായമുള്ള സ്ത്രീ ആരാണ്? കൈ പിടിച്ചിട്ടുണ്ടല്ലോ. ഹബീബായ തങ്ങൾ പറയുന്ന, ഖദീജ, ഇതാണ് 4 വയസ്സ് വരെ എന്നെ പോറ്റിയ, 2 വയസ്സ് വരെ എനിക്ക് മുലയൂട്ടി തന്ന ഉമ്മ ഹലീമ റളിയല്ലാഹു അൻഹയാണ് വന്നിരിക്കുന്നത്. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ എവിടെ താമസിക്കുന്നത്? എന്തൊരു കോലമാണിത്, എന്തൊരു അവസ്ഥയാണിത്? 100 ചോദ്യം ചോദിക്കാനുണ്ട്. മോനെ, 2 മലകൾക്കപ്പുറമാണ് താമസം, പട്ടിണിയാണ്. എന്റെ യൗവനത്തിന്റെ സമയത്തല്ലേ മുല കൊടുത്തിട്ടൊക്കെ കുട്ടികളെ പോറ്റാൻ പറ്റുമോ? ആ പ്രായമുള്ള മക്കളുണ്ടായാൽ ഇപ്പൊ അതിനെ സാധിക്കുന്നില്ല. എന്റെ ഭർത്താവ് രോഗിയായി കിടപ്പിലാണ്, മക്കൾക്ക് പണിയില്ല, മുഴു പട്ടിണിയിലാണ്, പ്രയാസമാണ്. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ സങ്കടത്തിലാണെങ്കിലും എന്റെ പരിസരത്ത് എന്നെ പോലെ സങ്കടമുള്ള ഒരാളില്ല. അതുകൊണ്ട് തന്നെ എന്റെ പരിസരത്തുള്ളവർ എന്റെ ദുഃഖം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഹലീമ, നിങ്ങൾ പണ്ട് 10-20 കൊല്ലം മുമ്പ് മുലപ്പാല് കൊടുത്തൊരു കുട്ടിയില്ലേ, അബ്ദുള്ളാന്റെ മകൻ ആമീൻ, അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ്, ആ മുഹമ്മദിന്റെ കല്യാണമാണ് ഇന്ന ദിവസം. അവിടെ ഖദീജയാണ് ഭാര്യയായിട്ട് വരുന്നത്, ഖുവൈലിദിന്റെ മകൾ, മക്കത്തെ കോടീശ്വരിയാണ്. നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മുഹമ്മദ് പരിഗണിച്ച നിങ്ങൾക്ക് ഏതായാലും ഭക്ഷണം കിട്ടാണ്ട് കൂല. ഒന്നുകൂടി അൽ അമീൻ പരിഗണിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവരാൻ സഹായിക്കും, നിങ്ങൾക്കത് പറ്റിയേക്കും, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോ എന്റെ സങ്കടത്തിന്റെ കടുപ്പം കൊണ്ട്, എന്റെ വിഷമത്തിന്റെ കടുപ്പം കൊണ്ട്, പട്ടിണിയുടെ കാഠിന്യം കൊണ്ട്, മോനെ, മനഃപൂർവ്വം ഈ വേഷം ധരിച്ച് വന്നിന്റെ കല്യാണം കലക്കാൻ വന്നതല്ല. ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമാണിത്, കാലിലണിയാൻ ചെരുപ്പില്ല, ഒരു കല്ല് കയറി ഇറങ്ങുമ്പോ കൽച്ചീള് കാലിൽ കയറിയിട്ടാണ് രക്തം പൊടിയുന്നത്. ഈ 100 കണക്കായ VIP-കൾ, നിന്റെ ഭാര്യ, വീട്ടുകാര്, കുടുംബത്തിന്റെ മുമ്പില് ഞാൻ ഈ കോലം കെട്ട കോലത്തിൽ വന്നു പോയത് എന്റെ മോന്റെ മനസ്സിന് സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് മാപ്പ് ചെയ്യണം, ഉമ്മ തിരിച്ചു പോകാം. ഹബീബായ തങ്ങൾ ആപ്പിൾ പൂ പോലെ മൃദുലമായ പരിശുദ്ധമായ കരങ്ങളെ പിടിച്ച് ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഒപ്പിയിട്ട് പറയുന്നു, ഉമ്മാ, എന്റെ ശരീരത്തിലോടുന്ന ഞരമ്പുകളിലോടുന്ന രക്തം അമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമല്ലയോ? അങ്ങ് കല്യാണത്തിന് വന്നത് സന്തോഷമല്ലേ? ഭാര്യയോട് പറയുന്ന ഖദീജ, ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ, ഉമ്മക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കൂ, ഉമ്മക്ക് നല്ലൊരു വസ്ത്രം അണിയിച്ചു കൊടുക്കൂ. ഭർത്താവിന്റെ ഉമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ഖദീജ ബി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നു, കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. തന്റെ കല്യാണത്തിന് വാങ്ങി വെച്ച വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രമെടുത്ത് ഹലീമ ബീവി കണിയിച്ചു കൊടുത്തപ്പോ ഒട്ടിപ്പോയ കവിളുകൾക്കും തുടിപ്പ് വന്നതുപോലെ, കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും ഒരു തിളക്കം വന്നതുപോലെ ഹലീമ ബീവി തിരിച്ചിറങ്ങുന്നു. ഹബീബായ തങ്ങളോട് പറയുന്നു, നബി മോനെ, ഞാൻ തിരിച്ചു പോവുകയാണ്, ഒരൽപ്പം ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റുമോ? എന്റെ ഭർത്താവിനും മക്കൾക്കുമല്ലേ. ഹബീബായ തങ്ങൾ ഖദീജ ബീവിയോട് ചോദിക്കുന്നു, ഖദീജ, ഒന്നുമില്ലാതെ ഉമ്മ കല്യാണം അറിഞ്ഞിട്ട് വന്നതല്ലേ, ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടേ? സമ്മാനമായി, കല്യാണ സമ്മാനമായി ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടേ ഖദീജ? ഇത് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അൽ അമീനെ, ഞാനെന്തു പറയാനാ, അങ്ങക്ക് സൗകര്യമുള്ളത്, ഇഷ്ടമുള്ളത് കൊടുക്കാ, അങ്ങക്ക് ഇഷ്ടമുള്ളത് കൊടുത്തേക്കൂ. ഇത് പറഞ്ഞപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമൊന്ന് മെല്ലെ താണുപോയോ, തങ്ങളെ മുഖത്ത് സങ്കടം വന്നു പോയോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ നിന്ന് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദീജ, ഞാനവിടുന്ന് കൊടുക്കാനാണ് ഖദീജ,
എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാനൊരു ഫഖീറല്ലേ ഖദീജ. സുബ്ഹാന ജല്ല ജലാലു. ഹബീബായ തങ്ങളങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോ കല്യാണ ദിവസം ഖദീജ ബീബി കരഞ്ഞുപോയി. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ വായ പിടിച്ചിട്ട് പറഞ്ഞു, അമർത്തിയിട്ട് പറഞ്ഞു, അൽ അമീനേ, ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല. ഒന്നുമില്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ മനസ്സും ശരീരവും മാത്രമല്ല, എൻ്റെ ഈ മക്കയിലും പരിസരങ്ങളിലും കാണുന്ന എൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവനും ഞാൻ അങ്ങക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങ് കോടീശ്വരനാണ്, ഒന്നുമില്ലാത്തവനെന്ന് പറയരുത്. മാത്രമല്ല, ആ സമ്പത്തിൽ ഞാൻ ഇടപാട് നടത്തുമ്പോ ഞാൻ അങ്ങയുടെ സമ്മതമെടുക്കും, ഇല്ലാതെ ഞാനൊന്നും ചെയ്യൂല. അതേ സമയത്ത് അങ്ങ് ഇടപാട് നടത്തുമ്പോ, അങ്ങ് ആർക്കെങ്കിലും കൊടുക്കുമ്പോ വാങ്ങുമ്പോ എന്നോട് ചോദിക്കേണ്ടതില്ല, ഞാൻ അറിയേണ്ടതില്ല. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അങ്ങക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. സുബ്ഹാന ജല്ല. ശരീരമ്പത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും കല്യാണ ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുന്നു സ്നേഹനിധിയായ ഖദീജ. എന്നിട്ടും ഹബീബായ തങ്ങൾ ചോദിക്കുന്ന ഖദീജ, ഉമ്മാക്കൊരു 40 ആടുകളെ കൊടുക്കാമോ ഖദീജ? അന്നത്തെ സമ്പത്താണ് ആടുകള്. ഒരു 40 ആടുകളെ കൊടുക്കാമോ? ഹബീബായ തങ്ങളോട് ഖദീജ ബീവിന്റെ മറുപടി, അൽ അമീനേ, എന്തിനാണ് 40 ആടുകളെ കണക്കാക്കുന്നത്? ഒരു മലഞ്ചരിവ് പറഞ്ഞിട്ട് പറയണം, അവിടെ ഉണ്ട് നൂറുകണക്കായ ആട്ടിൻ പറ്റങ്ങള്. ആ ആട്ടിന്റെ പറ്റങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാം. ആടിനെ മേയ്ക്കുന്ന ഒരു ആടിണയനെ കൊടുക്കാം. ആടിനെ അറുത്തു ഭക്ഷണം ചെയ്യുന്നൊരു വേലക്കാരന് കൂടുതൽ കൊടുക്കാം. അങ്ങയുടെ ഉമ്മക്കല്ലയോ അങ്ങക്ക് സന്തോഷമായോ? സുബ്ഹാനല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ചോദിക്കുന്ന, ഖദീജ, ഉമ്മ കാലിൽ ചെരുപ്പില്ലാതെ വന്നിട്ട് കല്ല് കയറിയിട്ട് രക്തം പൊടിയുന്നത് കാണുന്നില്ലയോ? തിരിച്ചു പോകുന്നതെങ്ങനെ? ഉമ്മാക്കൊരു വാഹനം ഏർപ്പാടാക്കി കൊടുക്കണ്ടേ? അൽ അമീനെ, എന്തൊരു ചോദ്യമാണിത്? നിങ്ങളുടെ ഉമ്മ നമ്മുടെ രണ്ടാളി ഉമ്മയല്ലേ? അങ്ങല്ലേ പറഞ്ഞത് അവിടുത്തെ രക്തം ആ ഉമ്മന്റെ മുലപ്പാലിന്റെ അംശമുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ കല്യാണ സമ്മാനമായി, നമ്മുടെ കല്യാണ സമ്മാനമായി അവിടുത്തെ ഉമ്മക്ക് അറബികളുടെ കൂട്ടത്തിൽ VVIPകൾ ഉപയോഗിക്കുന്ന മെർസിഡീസ് വാഹനമാണ് ചുവന്ന ഒട്ടകം. ആ ഒട്ടകങ്ങളിൽ ഒരു ഒട്ടകത്തെ തന്നെ കൊടുക്കാം. ഒട്ടകത്തിന്റെ കട്ടില് പിടിക്കുന്ന, കടിഞ്ഞാണ് പിടിക്കുന്ന, ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവറെയും കൊടുക്കാം. അല്ലാ, തങ്ങളെ മുഖമൊന്ന് കാണേണ്ടതാണ്. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂർ അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂർ യാ നബി സലാം അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജഹങ്ങ് പ്രകാശിക്കുകയാണ്. ഇതങ്ങ് ഈ സംസാരം അങ്ങ് നടക്കുന്നു. ആട്ടിൻ പറ്റങ്ങളെയും ആടിനെ മേയ്ക്കുന്ന ആട്ടിടയനെയും വേലക്കാരനെയും കൊടുക്കുന്നു. ചുവന്ന ഒട്ടകോ എന്ന് പറഞ്ഞ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന, അറബികൾ ഉപയോഗിക്കുന്ന അന്നത്തെ വാഹനമാണ്. അതും തനിക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോ മൂന്നാമതായി നിൽക്കുന്ന ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ സങ്കടം. ഹലീമ ബീബി റളിയല്ലാഹു അൻഹക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. വിതുമ്പി കരയുകയാണ് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ. ചോദിക്കുന്നു, ഹബീബായ തങ്ങൾ, എന്തേ ഉമ്മ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ട, എന്തേ കരയുന്നത്? മോനെ, എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല.
രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ചെരുപ്പ് ധരിക്കാനില്ലാതെ, നല്ലൊരു വസ്ത്രം, കീറാത്തൊരു വസ്ത്രമില്ലാത്ത, ഭക്ഷണം കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ഖൈറ് എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാൻ. മാത്രമല്ല എൻ്റെ യൗവനത്തിന്റെ സമയത്ത് മുല കുടിക്കുന്ന മക്കളുള്ള നേരത്ത് ഇവിടെ പല നാട്ടിലും വന്നിട്ട് ഞങ്ങളൊക്കെ മുല കൊടുക്കാറുണ്ട്. മലയോരത്ത് താമസിക്കുന്ന ആളുകൾ നാട്ടിൻപുറത്തായ പെൺകുഞ്ഞുങ്ങളുടെ കുട്ടികൾക്ക്, കുടുംബത്തിലുള്ള കുട്ടികൾക്ക് മുല കൊടുക്കാറുണ്ട്. അതിനൊക്കെ ശമ്പളം കിട്ടാറുണ്ട്. പക്ഷേ പിന്നീട് ആ കടപ്പാടിന്റെ പേരിൽ ആ മക്കൾ കണ്ടാ തിരിച്ചറിയൂല, അറിഞ്ഞാൽ അറിഞ്ഞ ഭാവം നടിക്കൂല. പൊന്നുമോനെ, നീ ഇതുവരെ സങ്കടത്തിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നീയും ഒന്നുമില്ലാത്തവനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരൽപ്പം സാമ്പത്തികമായി നീ മെച്ചപ്പെടുകയാണ്, അതും ഭാര്യയിലൂടെ. ആ ദിവസം തന്നെ ഒരു പ്രച്ഛന്ന വേഷം പോലെ ഞാനിവിടെ വന്നിട്ട് ഈ നൂറുകണക്കായ VIP-കളെ മുമ്പിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞപ്പോ ഒരു നാണക്കെടും ആക്കാതെ, കൽബിന്റെ ഉള്ളിലൊരു വിഷമവും പ്രയാസവും പ്രകടിപ്പിക്കാതെ എൻ്റെ പൊന്നുമോൻ എൻ്റെ കൈപിടിച്ച് നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് ഉമ്മാന്ന് വിളിച്ചില്ലയോ? എൻ്റെ പൊന്നുമോനെ അള്ള ഒരിക്കലും സങ്കടത്തിലാക്കൂല. എനിക്കാലോചിക്കാൻ കഴിയുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയ ഖൈറ് എന്ന് കരുതിയിട്ട് വന്ന ഞാൻ തിരിച്ചെങ്ങനെ എൻ്റെ നാട്ടിലേക്ക് പോകുന്നത്? നൂറിൻ പറ്റ മാട്ടിൻപറ്റങ്ങൾ, ആട്ടിടയനും ആട്ടിനെ കറക്കുന്ന വേലക്കാരനും, അതിൻ്റെ ഇടയിൽ വലിയ പണക്കാരിയായി ചുവന്ന ഒട്ടകത്തിന്റെ ഒട്ടകക്കട്ടിലിൽ ഞാൻ ഇരിക്കുമ്പോ ഒട്ടകത്തിന്റെ ഡ്രൈവർ എൻ്റെ നാട്ടിലേക്ക് എന്നെ ആനയിച്ചു കൊണ്ടുപോകുന്ന സന്തോഷം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എൻ്റെ കരളതിന് പാകപ്പെടുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. സഹോദരങ്ങളെ, ഞാൻ ഖദീജ ബീവിയിലല്ലേ പറഞ്ഞത്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കൊടുത്ത വലിയ സമ്മാനമില്ലയോ? ഖദീജ ബീബി ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ച സമർപ്പണമില്ലയോ? നമുക്ക് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ, ഇത് ഭർത്താവിന് കൊടുത്ത നന്മയല്ല, ഭർത്താവായത് കൊണ്ട് കൊടുക്കുന്ന കൊടുക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം വന്നപ്പോ അങ്ങ് സമർപ്പിക്കുകയാണ്. അന്ന് തന്നെ ഖദീജ ബീവി അറിയാണ്, മക്കത്ത് 2-3 ആൾ, ഇവര് 3 ആളും മാത്രം അറിഞ്ഞ സംഭവമല്ലേ ഈ സംഭവം. മക്കത്തന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകുമ്പോ അക്കാബിർ ഖുറൈശ് പറയുന്നത്, ഖുറൈശികളെ പ്രമാണിവാരും പറയുന്നു, ഈ ഖദീജക്ക് എന്തൊരു ഭ്രാന്താണ്, ഈ ഖദീജ എന്തൊരു പൊട്ടിപ്പെണ്ണാണ്. വലിയ സൗന്ദര്യമുള്ള തറവാടിയായ വലിയ പണക്കാരിയായ ഖദീജക്ക് എത്ര വലിയ പണക്കാരനെ കുഫുവത്തിട്ട് കിട്ടുന്നതാണ്. എത്ര ആളുകൾ, എത്ര രാജാക്കന്മാർ, എത്ര നാടുവാഴികൾ അവളെ കെട്ടാൻ വേണ്ടി വരുന്നതാണ്. എന്നിട്ട് അവർക്കൊന്നും ചെവി കൊടുക്കാതെ, സമ്മതം കൊടുക്കാതെ, ഒരു നയ പൈസന്റെ വിലയില്ലാത്ത, സാമ്പത്തികമായി വിലയില്ലാത്ത ഫഖീറായ അൽ അമീൻ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രൂപക്ക് ഗതിയില്ലല്ലോ. അൽ അമീൻ എന്തിനാണ് ഈ ഖദീജ ഭർത്താവായി തെരഞ്ഞെടുത്തത്? ഖുറൈശികൾക്കിടയിൽ അന്നതൊരു ചർച്ചയായിരുന്നു. ഈ വിവരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാതുകളിലും എത്തിയപ്പോ മക്കത്തെ ഖുറൈശികൾക്ക് രാത്രി സ്പെഷ്യലായിട്ട് വേറൊരു സദ്യ കൊടുക്കുകയാണ്. VVIPകളെ, മക്കത്തെ VVIPകളെ, പണക്കാരെ പ്രത്യേകിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് സദ്യ കൊടുത്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരോട് പറയുന്നൊരു വാക്ക്, നിങ്ങൾ പറയുന്നതായി ഞാൻ അറിഞ്ഞു, എൻ്റെ ഭർത്താവായി വന്ന അൽ അമീൻ പരമ ഫഖീറാണ്, ഖദീജ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഖദീജന്റെ തീരുമാനം ശരിയായില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ ഖുറൈശികളെ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കി, എൻ്റെ ബാപ്പ മുതൽ കിട്ടിയ എൻ്റെ സകല സമ്പത്തും ഞാൻ അൽ അമീനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം മക്കയിലെ ഏറ്റവും വലിയ പണക്കാര കൂട്ടത്തിൽ ഒരാള് അൽ അമീനാണ്. ഫഖീറായത് ഖദീജയാണ് കേട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കുനിഞ്ഞു പോകാൻ പാടില്ല, തങ്ങളെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല.